അതിരൂക്ഷമായ വന്യമൃഗശല്യത്തിനെതിരെയും തകർന്ന ആനമതിൽ പുനർനിർമ്മിക്കാത്തതിലും പ്രതിഷേധിച്ച് കേളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളയംചാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC മെമ്പർ ലിസി ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു. പ്രശ്നക്കാരായ കുരങ്ങുകളെ അടിയന്തരമായി കൂടുവെച്ച് പിടികൂടുമെന്നും തകർന്ന ആനമതിൽ ഉടൻ പുനർനിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകി. അതിരൂക്ഷമായ വന്യമൃഗശല്യത്തിനെതിരെയും തകർന്ന ആനമതിൽ പുനർനിർമ്മിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് കേളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളയംചാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. KPCC മെമ്പർ ലിസി ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധക്കാർ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡനോട് ചർച്ച ചെയ്ത ശേഷം പ്രശ്നക്കാരായ കുരങ്ങുകളെ അടിയന്തരമായി കൂടുവെച്ച് പിടികൂടുമെന്നും തകർന്ന ആനമതിൽ ഉടൻ പുനർനിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകി. പഞ്ചായത്തിനെതിരെയാണ്. അത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കാത്ത വനം വകുപ്പിനെതിരെയാണ്. അത് സാധാരണക്കാരന്റെ മുന്നിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്താത്ത കേരള സർക്കാരിനെതിരെയാണ് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളയംചാൽ, നരിക്കടവ്, പൂക്കുണ്ട്, മുട്ടുമാറ്റി പ്രദേശങ്ങളിൽ കുരങ്ങുശല്യം രൂക്ഷമാണ്. വീടുകളിലും മറ്റും കുരങ്ങ് കയറി ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ആളുകളെ ആക്രമിക്കുകയും ചെയ്യുന്നതും പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആറളം വന്യജീവി സങ്കേതത്തിൽ 4 കുരങ്ങുകൾ മങ്കി മലേറിയ ബാധിച്ച് ചത്തിരുന്നു. ധർണയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് മണ്ണാർക്കുളം അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോയി വേളുപുഴ, DCC സെക്രട്ടറി ജോസ് നടപ്പുറം, കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം MG ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.